ബിസ്മില്ലാ അൽഹംദുലില്ലാ വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ അയ്യുഹല്ലദീന ആമനുത്തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ, സത്യവിശ്വാസികളെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിൻ്റെ മുഴുവൻ മേഖലകളിലും പാലിച്ചുകൊണ്ട് പടച്ച റബ്ബിനെ സൂക്ഷിച്ച് ജീവിക്കണമേ എന്ന് ആമുഖമായി വസിയ്യത്ത് ചെയ്യുന്നു, ഉപദേശിക്കുന്നു. പരിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ മുഅ്മിനൂൻ 30 ആയത്തുകളാണ് നമ്മൾ പഠിച്ചതും മനസ്സിലാക്കിയതും. കൃത്യമായി ഓരോ ആയത്തുകളുടെയും വിശദീകരണവും അതിൻ്റെ അർത്ഥവും തജ്വീദ് നിയമങ്ങളും അതുപോലെ തന്നെ അതിലെ അറബി ഗ്രാമറുകളും ഭാഷാ പഠനവും ഒക്കെ കൃത്യമായിട്ട് വ്യവസ്ഥാപിതമായി നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് ആ രൂപത്തിൽ തന്നെ നിങ്ങളത് ഉപകാരപ്പെടുന്ന നിലക്ക് നിത്യജീവിതത്തിൽ എന്നും പ്രാവർത്തികമാക്കാനും അത് മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കാനും പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് ആമുഖമായി സൂചിപ്പിക്കുകയാണ്. ഇടയ്ക്കിടയ്ക്ക് ഓർമ്മപ്പെടുത്തുന്ന നല്ലതാകും എന്നുള്ളത് കൊണ്ടാണ് ഫദക്കിർ ഇന്നമാ അൻത മുദക്കിർ എന്ന് പറഞ്ഞില്ലേ റസൂലുള്ളാഹിനോട് ഖുർആൻ. ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് പഠിക്കാൻ ഓർമ്മപ്പെടുത്തിയാലേ ശ്രദ്ധ ഇങ്ങനെ മാറിപ്പോകുമ്പോൾ ഒന്ന് പുതുക്കാൻ നന്നായിരിക്കും. അതുകൊണ്ട് കൃത്യമായിട്ട് പഠിക്കണം ഇൻഷാ അല്ലാഹ്. വിശുദ്ധ ഖുർആൻ പഠിക്കുക എന്നുള്ളതാണ് നമ്മുടെ ബാധ്യത. അതിനാണ് നമ്മൾ വന്നിരിക്കുന്നത്. കേട്ടുപോകുന്നതിൻ്റെ അപ്പുറത്തേക്ക് പഠിക്കുകയും അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുകയും ചെയ്യുമ്പോഴാണ് ഖുർആനിനോട് പൂർണ്ണമായി നമ്മൾ കൂറുപുലർത്തിയവരാകുന്നത്. അതുകൊണ്ട് ആ രീതിയിൽ തന്നെ എന്ത് ചെയ്യണം, മുന്നോട്ട് പോകണം ഇൻഷാ അല്ലാഹ്. അള്ളാഹു അതിന് തൗഫീക്ക് നൽകട്ടെ. നമ്മൾ ഓരോ ക്ലാസ് ആരംഭിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ആദ്യമായി തുടങ്ങുന്നത് ഹുറൂഫുൽ ഇജാഹിയ്യ പഠിച്ചുകൊണ്ടാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ച അക്ഷരം ഏതാണ്? അപ്പൊ നമ്മൾ പഠിച്ചത് ഏതായിരുന്നു? റ അല്ലേ? ഇനി പഠിക്കാൻ പോകുന്നത് ഏതാന്നുള്ളത് കേട്ടോളി ഒന്നും കൂടെ. എവിടെ നിന്നാണ് അതിന്റെ മഖ്റജ് വരുന്നത് എന്നുള്ളത്. ഉണ്ടോ? ഒന്ന് പറഞ്ഞു നോക്ക്. നമുക്കൊക്കെ സാഹിത്യ വരുന്നേ. സഹറുൻ ഉണ്ടോ? സഹറുൻ. ശരിക്കും നിങ്ങൾക്കൊരു ഹോംവർക്ക് കൂടി ഞാൻ തരാം. എന്താണെന്നറിയോ? ഇതുവരെ പഠിച്ച ഓരോ അക്ഷരങ്ങൾക്കും അതിൻ്റെ ഒരു 2 വാക്കുകൾ നിങ്ങൾ ഉണ്ടാക്കിയിട്ട് വരണം. എഴുതി കൊണ്ടുവരണമൊന്നുമില്ല, പഠിച്ചു വന്നാലും മതി. അലിഫ്, ബ, ത, സ, ജീം, പിന്നെ ഹ, ഖ, ദാൽ, ദാൽ, റ, സ. 11 പഠിച്ചു അല്ലേ? ഇൻഷാ അല്ലാഹ് 2 ഒരു പദം കൊണ്ട്, ഒരു വാക്കുകൊണ്ട്, ഒരു ഹർഫ് കൊണ്ട് 2 വാക്കുകൾ ഉണ്ടാക്കുക. സ കൊണ്ടാണെങ്കിൽ സഹറുൻ, സംസം. 2 കിട്ടിയില്ലേ? ഇതേപോലെ സിമ്പിളായത്. ഇൻഷാ അല്ലാഹ് നമ്മൾ സാധാരണ ഒരു ഹദീസ് പറഞ്ഞു പഠിച്ചുകൊണ്ടാണ് ക്ലാസ്സിലേക്ക് തുടങ്ങാറുള്ളത്. QHLS ആവുമ്പോൾ ഹദീസ് അതിൻ്റെ ഭാഗമാണ്.
ഇമാം മുസ്ലിം ഉദ്ധരിച്ച 1015 ഹദീസ്, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവാണ് ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്തത്. അബൂ ഹുറൈറ റളിയല്ലാഹുവിനെ കുറിച്ചിട്ട് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നിങ്ങൾ ഓർമ്മയിലുണ്ടാകുമെന്നാണ് വിചാരിക്കുന്നത്. പഠിക്കണം, സ്വഹാബത്തിൻ്റെയൊക്കെ ചരിത്രങ്ങൾ ശരിക്കും നമ്മൾ വായിച്ച് പഠിക്കണം. അപ്പോഴാണ് നമ്മളുടെ ജീവിതത്തിൽ നമുക്കൊരു ഈമാനികമായ ഉണർവുണ്ടാവുള്ളൂ ഇൻഷാ അല്ലാഹ്. ഇന്നല്ലാഹ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്നല്ലാഹ ത്വയ്യിബുൻ ലാ യഖ്ബലു ഇല്ല ത്വയ്യിബ് വഇന്നല്ലാഹ അമറൽ മുഅ്മിനീന ബിമാ അമറ ബിഹിൽ മുർസലീന ഫഖാല തആല യാ അയ്യുഹർ റസൂൽ ഖുലൂ മിനത് ത്വയ്യിബാതി വഅമലൂ സ്വാലിഹാ വഖാല തആല യാ അയ്യുഹല്ലദീന ആമനൂ ഖുലൂ മിനത് ത്വയ്യിബാതി മാ റസഖ്നാകും ثم ذكر الرجل يطيل السفر أشعث أغبر يمد يديه إلى السماء يا رب يا رب ومطعمه حرام ومشربه حرام وملبسه حرام وغذي بالحرام فأنا يستجاب له. ഇതാണ് ഹദീസ്. ഇത് കേട്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ ആശയം മനസ്സിലായിട്ടുണ്ടാവും അല്ലേ? എന്താ ഹദീസിലൂടെ പറയുന്ന? അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, അള്ളാഹു നല്ലവനാകുന്നു. ഇന്നല്ലാഹ തീർച്ചയായിട്ടും അള്ളാഹു ത്വയ്യിബുൻ നല്ലവനാണ്. ലാ യഖ്ബലു ഇല്ല ത്വയ്യിബ് അള്ളാഹു നല്ലതല്ലാതെ സ്വീകരിക്കുകയില്ല. വ ഇന്നല്ലാഹ തീർച്ചയായിട്ടും അള്ളാഹു അമറൽ മുഅ്മിനീന വിശ്വാസികളോട് കൽപ്പിച്ചിരിക്കുന്നു, ബിമാ അമറ ബിഹിൽ മുർസലീന മുർസലീങ്ങളോട് കൽപ്പിച്ച പ്രകാരം തന്നെ. മുർസലീങ്ങളോട് പറഞ്ഞ തന്നെയാണ് മുഅ്മിനീങ്ങളോടും അള്ളാഹു കൽപ്പിച്ചത്. ഫഖാല തആല എന്നിട്ട് അള്ളാഹ് പറഞ്ഞെന്താ? അള്ളാഹ് മുർസലീങ്ങളോട് പറഞ്ഞ്, യാ അയ്യുഹർ റസൂൽ ദൂതന്മാരെ, കുലൂ മിനത് ത്വയ്യിബാത്ത് നിങ്ങൾ നല്ലത് ഭക്ഷിക്കുക, വഅമലൂ നിങ്ങൾ പ്രവർത്തിക്കുക, സ്വാലിഹൻ നല്ലത്. ഇതാണ് മുർസലീങ്ങളോട് ദൂതന്മാരോട് അള്ളാഹു പറഞ്ഞത്. എന്ത്? നല്ലത് ഭക്ഷിക്കുക, നല്ലത് പ്രവർത്തിക്കുക. വഖാല തആല വീണ്ടും അല്ലാഹ് പറയാണ്, യാ അയ്യുഹല്ലദീന ആമനു. ആദ്യം മുർസലീങ്ങളോട് പറഞ്ഞു. മുർസലീങ്ങളോട് പറഞ്ഞ കാര്യം തന്നെയാണ് ആരോടും പറയുന്നത്? വിശ്വാസികളോട്, മുഅ്മിനീങ്ങളോടും പറഞ്ഞ്. എന്നിട്ട് അല്ലാഹ് പറയാ, യാ അയ്യുഹല്ലദീന ആമനു സത്യവിശ്വാസികളെ, ഖുലൂ മിനത് ത്വയ്യിബാതി മാ റസഖ്നാകും അള്ളാഹു നിങ്ങൾക്ക് നൽകിയ റിസ്ഖിൽ നിന്ന് എന്ത് ചെയ്യുക? നല്ലത് ഭക്ഷിക്കുക, ത്വയ്യിബായത് നിങ്ങൾ ഭക്ഷിക്കുക. പിന്നീട് ദക്കറ റജുല യുതീലു സഫറ അശ്ഗസ അഗ്ബറ യമുദ്ദു യദൈഹി ഇല സമാ. എന്താ? പൊടിപുരണ്ട ജടപിടിച്ച മുടിയുമായി ഒരാൾ യാത്രാക്ഷീണമുള്ളവനായി എന്ത് ചെയ്യാണ്? ഒരു മനുഷ്യൻ വരെയാണ്. അയാൾ ആകാശത്തിലേക്ക് എന്ത് ചെയ്യുന്നു? കൈകൾ നീട്ടുന്നു. എന്നിട്ട് അള്ളാഹിനോട് പറയാണ്, യാ റബ്ബി യാ റബ്ബ്, ഓ എൻ്റെ രക്ഷിതാവേ. എന്നിട്ടെന്താ? അപ്പോൾ ദീർഘയാത്ര ചെയ്തിട്ടുള്ള മുടികൾ ജടപിടിച്ചിട്ട് ശരീരത്തിലാകെ പൊടിപുരണ്ട് അവൻ്റെ കൈകൾ ആകാശത്തേക്ക് ഉയർത്തിയിട്ട് അവൻ പ്രാർത്ഥിക്കുകയാണ്, യാ റബ്ബി യാ റബ്ബി, എൻ്റെ റബ്ബേ എൻ്റെ റബ്ബേ. എന്നാൽ അള്ളാഹ് പറയണെന്ത്? വമത്അമഹു ഹറാം അവൻ്റെ മത്അം ഭക്ഷണം എന്താണ്? അവൻ ഭക്ഷിച്ചത് മുഴുവനും ഹറാമാണ്. വമശ്റബുഹു ഹറാം അവൻ കുടിച്ചത് മുഴുവനും ഹറാമാണ്, നിഷിദ്ധമാണ്. വമൽബസഹു ഹറാമുൻ അവൻ ധരിച്ചതും നിഷിദ്ധമാണ്, ഹറാമാണ്. വഗുദിയ ബിൽ ഹറാം അവൻ മൊത്തത്തിലോനെ മൂടപ്പെട്ടത് മുഴുവനും ഹറാമിലാകുന്നു. ഫഅന്നാ യുസ്തജാബു ലഹു പിന്നെ എങ്ങനെയാണ് അവന് എന്ത് ചെയ്തിരിക്കുക? ഉത്തരം കിട്ടാൻ. കാരണം എന്താ? അവൻ്റെ ഭക്ഷണം, അവൻ്റെ വസ്ത്രം, അവൻ്റെ അവൻ്റെ വസ്ത്രം എല്ലാം, ഭക്ഷണം, വസ്ത്രം, അവൻ്റെ പാനീയം എല്ലാം എന്താണ്? നിഷിദ്ധമാണ്, ഹറാമാണ്. സമ്പാദിച്ച സമ്പാദ്യത്തിൽ എന്തുണ്ട്? ഹറാമുണ്ട്. ഭക്ഷിച്ച ഭക്ഷണത്തിൽ എന്തുണ്ട്? ഹറാമുണ്ട്. അതുപോലെ തന്നെ കുടിച്ച പാനീയത്തിൽ എന്തുണ്ട്? ഹറാമുണ്ട്. അങ്ങനെ ഹറാമ് ചെയ്യുന്നൊരു മനുഷ്യന് ആകാശലോകത്തേക്ക് കൈകൾ ഉയർത്തി എന്ത് തന്നെ കരഞ്ഞു പ്രാർത്ഥിച്ചിട്ടും കാര്യമില്ല. കാരണം എന്താ? ഓൻ്റെ പ്രാർത്ഥന അല്ലാഹു സ്വീകരിക്കൂല. ഓൻ്റെ പ്രാർത്ഥന അല്ലാഹു സ്വീകരിക്കൂല. എന്തുകൊണ്ടാ?
വഹുദിയ, എന്താ ഹദീസിൽ പറഞ്ഞത്? വഹുദിയ ബിൽ ഹറാം. അവനെന്താണ്? അവൻ നിഷിദ്ധത്തിൽ മുങ്ങിക്കുളിച്ചിരിക്കുന്നു എന്നാ. ഇനി എന്തെങ്കിലും ഉണ്ടോ ബാക്കി? എല്ലാം ഹറാമിലാണ്. ഭക്ഷിക്കുന്നതും കുടിക്കുന്നതും വസ്ത്രം ധരിക്കുന്നതും ഒക്കെ ഹറാമിലാണ്. അങ്ങനത്തെ ഒരാൾ പിന്നെ എങ്ങനെയാണ് അവന് ഉത്തരം ലഭിക്കുക എന്ന് കണ്ടോ? അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞു, ലോകത്ത് ഏത് മനുഷ്യരും പ്രാർത്ഥിച്ചാലും ഉത്തരം കിട്ടുന്നൊരു സമയമാണ് രാത്രിയുടെ അന്ത്യയാമങ്ങൾ, അവസാന സമയം. യൻസിലു റബ്ബുന തബാറക വ തആല ഇല സമാഹി എന്ന് പറഞ്ഞ ഹദീസ് ഉണ്ടല്ലോ. 7ാം ആകാശത്ത് നിന്ന് 1ാം ആകാശത്തേക്ക് അള്ളാഹു ഇറങ്ങി വരുമെന്നും എല്ലാ ദിവസവും ആരുണ്ടെന്നോട് പ്രാർത്ഥിക്കാൻ, അവരുടെ പ്രാർത്ഥന ഞാൻ കേൾക്കാം, അവർക്ക് ഉത്തരം നൽകാം എന്ന് പറയുകയും ചെയ്യുന്നൊരു സന്ദർഭം. ആ സമയത്ത് ആര് പ്രാർത്ഥിച്ചാലും അള്ളാഹു ഉത്തരം കൊടുക്കുന്ന, വേഗത്തിൽ കൊടുക്കുമെന്ന് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ 2 ആളുകളുടെ പ്രാർത്ഥന ആ സമയത്ത് അള്ളാഹു പരിഗണിക്കൂല എന്ന്. അതിലൊന്നെന്താണ്? ഒന്ന്, മറ്റുള്ളവരുടെ സമ്പത്ത് അനർഹമായി സമ്പാദിച്ചവൻ. ശരിക്കും ശ്രദ്ധിക്കണം. നമ്മൾ എത്രമാത്രം സൂക്ഷ്മത കാണിക്കേണ്ടുന്ന ഒരു മേഖലയാണ് സാമ്പത്തിക രംഗം എന്നുള്ളത് നമ്മൾ കൃത്യമായിട്ട് പഠിക്കണം. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞെന്താ? അനർഹമായി മറ്റുള്ളവൻ്റെ സമ്പാദ്യം സമ്പാദിച്ചിട്ടുള്ളവൻ ആ സമയത്ത് പ്രാർത്ഥിച്ചാൽ അള്ളാഹു പ്രാർത്ഥന കേൾക്കൂലെന്ന്. മറ്റൊന്ന്, വേശ്യാപ്രവർത്തനം ചെയ്യുന്നവരാണ്. പണ്ഡിതന്മാർ വിശദീകരിച്ചത് കാണാൻ കഴിയും. അതുകൊണ്ട് നമ്മുടെ സമ്പത്ത് എന്തായിരിക്കണം? തൊയ്യിബായിരിക്കണം. ഭക്ഷിക്കുന്നത് തൊയ്യിബായിരിക്കണം. അതാണ് ഈ ഹദീസിലൂടെ അള്ളാഹു മുർസലീങ്ങളോട് പറഞ്ഞത്. അള്ളാന്റെ കൽപ്പന, മുർസലീങ്ങളോടുള്ള കൽപ്പന എന്താ? യാ അയ്യുഹർ റസൂൽ, ഓ പ്രവാചകന്മാരെ, കുലൂ മിന ത്വയ്യിബാതി, നിങ്ങൾ എന്ത് ചെയ്യുക? നല്ലത് ഭക്ഷിക്കണം. വഅമലൂ സ്വാലിഹ, നല്ലത് നിങ്ങൾ പ്രവർത്തിക്കണം. കണ്ടോ? അതന്നെയാണ് മുഅ്മിനീങ്ങളോടും അള്ളാഹു കൽപ്പിച്ചത് എന്ന് ഹദീസിൽ പറയുന്നത്. അതാണ് തൊട്ടടുത്ത ആയത്ത്, യാ അയ്യുഹല്ലദീന ആമനൂ, സത്യവിശ്വാസികളെ, കുലൂ മിന ത്വയ്യിബാതി മാ റസഖ്നാകും, അള്ളാഹു നിങ്ങൾക്ക് തന്ന റിസ്ക്കിൽ നിന്ന്, ഭക്ഷണത്തിൽ നിന്ന് നിങ്ങൾ എന്ത് ചെയ്യുക? നല്ലത് കഴിക്കുക. അപ്പം ഹറാമ് വരാതെ സൂക്ഷിക്കുക എന്നത് ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ അനിവാര്യമാണ്. ഏതെങ്കിലും ഒരു മേഖലയിൽ ഹറാമ് വന്നാൽ, ഭക്ഷണത്തിലാവട്ടെ, വസ്ത്രത്തിലാവട്ടെ, അതല്ലെങ്കിൽ സമ്പാദ്യത്തിലാവട്ടെ, ഇനി വേറെ ഏതെങ്കിലും രീതിയിലാകട്ടെ, ഒന്നിലും ഹറാമുകൾ വന്നുകൊണ്ട് അവൻ അള്ളാഹിനോട് പ്രാർത്ഥിച്ചിട്ട് വല്ല പ്രയോജനം ഇല്ല എന്നുള്ളതാണ് ഈ ഹദീസ് നമ്മെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് എൻ്റെ ശബ്ദം കേൾക്കുന്ന ആളുകൾ കൃത്യമായിട്ട് നമ്മളുടെ സമ്പാദ്യത്തിൽ, നമ്മളുടെ വസ്ത്രത്തിൽ, നമ്മളുടെ പാനീയത്തിൽ, ഭക്ഷണത്തിൽ ഒന്നും അള്ളാഹ്ക്കിഷ്ടമില്ലാത്ത ഈ ഹറാമ്, നിഷിദ്ധം വന്നിട്ടില്ല എന്ന് ഉറപ്പുവരുത്താൻ പ്രത്യേകം ശ്രദ്ധിക്കണം. സമ്പത്തിൻ്റെ വിഷയത്തിൽ നമ്മൾ വേറെല്ലോടത്തൊന്നും ചിലപ്പോൾ അടിച്ചു മാറ്റിക്കോളണമെന്നൊന്നുമില്ല. പക്ഷെ നമ്മളെ കാശ് ചിലപ്പോൾ ബാങ്കിലുണ്ടാവും. ആ ബാങ്കിലേ കുറേ അട്ടിയായിട്ട് ഉണ്ടാവുമ്പോൾ എന്ത് ചെയ്യും? അതിക്കിങ്ങനെ എന്ത് വരും? പലിശ വരും. ഇത്ര 39, 49, 1050 എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഒരു മെസ്സേജ് ചിലപ്പം വരും. നമ്മളത് മൈൻഡ് ചെയ്യൂല. ആ പലിശ അതിൽ ചേർന്നാൽ എന്തായി? മൊത്തം നിഷിദ്ധമായി. മനസ്സിലായിണ്ടോ? അപ്പോൾ പല നിലക്കും ഹറാമുകൾ നമ്മളിലേക്ക് വരാൻ ഏറെ സാധ്യതയുള്ളൊരു സാഹചര്യത്തിലൂടെയാണ് ഈ ദുനിയാവിൽ നമ്മൾ ഇന്ന് എന്ത് ചെയ്യുന്നത്? ജീവിക്കുന്നത്. അപ്പോൾ അത് ശ്രദ്ധിക്കണം. അതുപോലെ ഹറാമായ ഭക്ഷണങ്ങൾ, അള്ളാൻ്റെ പേരിലല്ലാതെ അറക്കപ്പെട്ട ഭക്ഷണങ്ങൾ, അത് ഹറാമാണ്, കഴിക്കാൻ പാടില്ല. എത്ര പുണ്യമുള്ള ആളാണെങ്കിലും ശരി, എത്ര മഹത്തുള്ള ആളാണെങ്കിലും ശരി, അള്ളാൻ്റെ പേരിലല്ലാതെ അറക്കപ്പെട്ടത് നിഷിദ്ധമാണ്. മനസ്സിലായുണ്ടോ? ഭക്ഷണത്തിൻ്റെ വിഷയത്തിൽ വരാം, വസ്ത്രത്തിൻ്റെ വിഷയത്തിൽ വരാം. ഹറാമായ വസ്ത്രം പല നിലക്കും സംഭവിക്കാം. അപ്പം ആ മേഖലകളൊക്കെ ശ്രദ്ധിച്ച് കൃത്യമായ അള്ളാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കുന്ന ഒരടിമയായി, വിശ്വാസിയായി ജീവിച്ചാൽ മാത്രമാണ് നമ്മളുടെ പ്രാർത്ഥന അള്ളാഹു വേഗത്തിൽ സ്വീകരിക്കുകയും ഉത്തരം നൽകുകയൊക്കെ ചെയ്യുള്ളൂ. എത്ര പ്രാർത്ഥിച്ചിട്ട് ഉത്തരം കിട്ടുന്നില്ല എന്നുള്ള പരാതി നമുക്കുണ്ടെങ്കിൽ
ഒരു പക്ഷേ ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, പരിശോധിക്കണം എന്നുള്ളതാണ് ഈ ഹദീസ് നമ്മളെ പഠിപ്പിക്കുന്നത്. മനസ്സിലായില്ല? ഇതിൽ ഒന്നും മനസ്സിലാവാത്തില്ലല്ലോ. ഹദീസ് പഠിക്കുന്നതനുസരിച്ച് നമ്മളെ ജീവിതത്തിലും അത് പ്രാവർത്തികമാക്കാൻ എന്ത് ചെയ്യണം, പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി നമുക്ക് നമ്മുടെ സൂറത്തുൽ മുഅ്മിനൂൻ 31 മുതൽ 33 വരെയുള്ള ആയത്തുകളാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഉൾക്കൊള്ളിക്കാൻ ഉദ്ദേശിക്കുന്നത്. അള്ളാഹു തൗഫീഖ് നൽകുകയാണെങ്കിൽ ഇൻഷാ അല്ലാ. അപ്പം അതിൽ നമുക്ക് പഠിക്കാനുള്ളത്, ഓരോ സമൂഹത്തിലേക്കും അള്ളാഹു പ്രവാചകന്മാരെ, ദൂതന്മാരെ നിയോഗിച്ചിട്ടുണ്ട് എന്ന സന്ദേശം. അതുപോലെ തന്നെ അഹങ്കാരവും സമ്പത്തും സത്യത്തെ നിഷേധിക്കാൻ ചില ആളുകൾക്കൊക്കെ കാരണമായേക്കാം എന്നുള്ള സന്ദേശം. അതുപോലെ തന്നെ ആഖിറം നിഷേധിക്കുന്നത്, പരലോകം നിഷേധിക്കുന്നത് വലിയ ശിക്ഷകൾക്ക് കാരണമാകും എന്ന ഏറ്റവും പ്രധാനപ്പെട്ട 3 കാര്യങ്ങളാണ് ഈ 3 ആയത്തുകളിലൂടെ നമ്മളെ അള്ളാഹു ഓർമ്മപ്പെടുത്തുന്നത്. ഇൻഷാ അല്ലാ, ആദ്യം ആയത്തൊന്ന് കേൾക്കുക. ثم أنشأنا من بعدهم قرنا آخرين. അതിലെ തജ്വീദ് നിയമങ്ങൾ ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് എന്താ ചെയ്യുക, അറിയാവുന്നതാണ്. നമ്മൾ പഠിച്ച കാര്യങ്ങളൊക്കെ തന്നെ ഉള്ളൂ അതിൽ. എന്നാലും ഒന്ന് ഓർമ്മപ്പെടുത്താൻ വേണ്ടി സൂചിപ്പിക്കുകയാണ്. സുമ്മ അല്ലേ, ശബ്ദമുള്ള മീമ് വന്നാൽ മണിക്കണം, നമ്മൾ മുമ്പ് പഠിച്ച കാര്യമാണ്. അതുപോലെ തന്നെ അൻഷഇന അല്ലേ, അവിടെയും സാക്കിനായ നൂനിൻ്റെ തൻവീൻ്റെ ശേഷം ഈ 15 അക്ഷരങ്ങൾ വന്നാൽ അവയെ മണിച്ച് മറിച്ചുകൊണ്ട് ഉച്ചരിക്കണം അല്ലേ. പിന്നെ മിംബാദ് അല്ലേ, അതും ഇഖ്ലാബിൻ്റെ മീമ് നമ്മൾ മുമ്പ് പഠിച്ചതാണ്. പിന്നെ ഹിം ഖർനൻ, അവിടെ എന്താ നിയമം? ഇൽഹാറാണ്. മനസ്സിലായുണ്ടോ എന്തുകൊണ്ടാ? യെസ്, അതന്നെ. പിന്നെ കർണൻ ആഖരീൻ എന്നുള്ളിടത്ത് ഇൽഹാറുൽ ഹൽക്കി, അതും നമ്മൾ ഒരുപാട് ആവർത്തിച്ച് പഠിച്ചുകൊണ്ടിരിക്കുന്ന തജ്വീദ് നിയമങ്ങളാണ്. ചിലപ്പോൾ ഈ ഭാഗം അങ്ങോട്ട് മറച്ചു വെച്ചിട്ടേ, ആ തജ്വീദ് നിയമങ്ങൾ ഭാഗം മറച്ചു വെച്ചിട്ട് എന്താ അതിലെ തജ്വീദ് എന്ന് ചോദിക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് ശ്രദ്ധയിൽ വരൂല. അതെന്തുകൊണ്ടാ? നമ്മൾ പഠിച്ചത് ശരിക്ക് പഠിക്കാത്തതുകൊണ്ടാണ്. ഒരു വട്ടം പഠിച്ച നിയമം പിന്നെയും കാണുമ്പോൾ പെട്ടെന്ന് എന്ത് ചെയ്യും, നമുക്ക് മനപ്പാടാവണം. ആ നിയമം വേഗം മനസ്സിലാവണം. മനസ്സിലാണ്ടോ? അതുപോലെ തന്നെ ആഖരീൻ എന്നുള്ളതിലെ ആഖറീൻ എന്ന് പറഞ്ഞില്ല, പിന്നെന്താ പറഞ്ഞ്? ആഖരീൻ എന്നാ പറഞ്ഞ്. ആ റാഇൻ്റെ നിയമങ്ങളിൽ വരുന്നതാണ് അഹ്കാമു റാ. എന്താണ്? റാഹിന് കസറുള്ളതിനാൽ അതിനെ നേർപ്പിച്ച്, അതായത് തർക്കീക്കായിട്ടാണ് ഉച്ചരിക്കേണ്ടത്. എല്ലായിടത്തും റാ എന്ന് പറയില്ല, അല്ലെങ്കിൽ പിന്നെ രാ എന്ന് പറയില്ല. ചില സ്ഥലങ്ങളിൽ എന്ത് ചെയ്യും, തർക്കീക്കാക്കും. അതൊക്കെ നമ്മൾ പറഞ്ഞതാണ്. അഹ്കാമു റാഹൊക്കെ ഒരുപാട് പഠിച്ചതാണ് അല്ലേ. ഫിർഔൻ എന്നല്ല പറയുക, പിന്നെ ഫിർഔൻ എന്നാണ് പറയുക. റാഇന് തർക്കീക്കായിട്ടാണ് എന്ത് ചെയ്യുക, ഉച്ചരിക്കുക. ഇത് മദ്ദുൽ ആരിൽ സുക്കൂൻ, അതായത് നിർത്തുന്ന സമയത്ത് അവസാന അക്ഷരത്തിന് സുക്കൂന് വരുന്നത് കാരണം തൊട്ടു മുമ്പുള്ള മദ്ദുള്ള അക്ഷരത്തെ 2, 4, 6 ഹർക്കത്ത് വരെ എന്ത് ചെയ്യാം, നീട്ടി ഓതാം. ആഖരീൻ, ഇനി ഒരാൾ ആഖരീൻ എന്നോതിയാലും ശരിയാണ്. അത് 6 ഹർക്കത്ത് പറയുന്നത്ര നീട്ടിയാലും കുഴപ്പമില്ല. ഇനി നോക്ക്, സുമ്മ അൻഷഇന, പദങ്ങളുടെ അർത്ഥം നോക്ക്. സുമ്മ പിന്നെ, അല്ലെങ്കിൽ പിന്നീട്. അൻഷഇന നാം ഉത്ഭവിപ്പിച്ചു അല്ലെങ്കിൽ ഉണ്ടാക്കി. നശഅ എന്ന് പറഞ്ഞാൽ ഉണ്ടാക്കി എന്നാണ് അർത്ഥം. നശഅ. സുമ്മ അൻഷഇന പിന്നെ നാം ഉണ്ടാക്കി അല്ലെങ്കിൽ ഉത്ഭവിപ്പിച്ചു. മിൻ ബഅദിഹിം അവരുടെ ശേഷം. ആ ഹിം എന്നുള്ള ലമീർ എവിടേക്കാ പോണ്? നൂഹ് നബിയുടെ സമുദായത്തിലേക്ക്. അപ്പോ നൂഹ് നബിയുടെ ജനതയെ സംബന്ധിച്ചായിരുന്നു തൊട്ട് മുമ്പ് നമ്മൾ പറഞ്ഞത്. ഓല് നൂഹ് നബിയിലും അള്ളാഹുവിലും വിശ്വസിച്ചവരെന്ത് ചെയ്തു? ആ കപ്പലിൽ കയറി രക്ഷപ്പെട്ടു. പിന്നെ ഓല് കുറേ കാലം ജീവിച്ചു. ഓല കാലഘട്ടം അവസാനിച്ചു. ആ അവസാനിച്ചതിന് ശേഷമുള്ള കാര്യമാണ് ഈ ആയത്തിലൂടെ അള്ളാഹു പറയുന്നത്.
തുമ്മ അൻശഇന, പിന്നെ നാം ഉണ്ടാക്കി, മിൻ ബഅദിഹിം, അവരുടെ ശേഷം, അതായത് നൂഹ് നബിയുടെ ജനതയുടെ ശേഷം നാം ഉണ്ടാക്കി, ഖർനൻ, ഒരു തലമുറയെ, ഒരു സമുദായത്തെ, മനസ്സിലായോ? ഒരു പ്രത്യേകമായ കാലക്കാരെ അള്ളാഹു ഉണ്ടാക്കിയെന്ന. കർണുൻ ജമ്മാണ് ഖുറൂൻ, തലമുറകൾ, നൂറ്റാണ്ടുകൾ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ആഖരീൻ, വേറെ ചില ആളുകളെ, വേറെ ഒരു സമുദായത്തെ അവരുടെ ശേഷം നാം ഉത്ഭവിപ്പിച്ചു അല്ലെങ്കിൽ ഉണ്ടാക്കി. അതാണ്. പിന്നീട് അവർക്ക് ശേഷം നാം മറ്റൊരു തലമുറയെ വളർത്തിയെടുത്തു. മനസ്സിലായോ ആയത്ത്? ഇൻഷാ അല്ലാഹ് വിശദീകരണം പിന്നീട് തരാം. ഈ ആയത്ത് കേട്ടോ. فأرسلنا فيهم رسولا منهم أن اعبدوا الله ما لكم من إله غيره أفلا تتقون. എന്താ അതിലെ തജ്വീദ് നിയമങ്ങള്? ഫഅർസൽനാ ഫീഹിം, അല്ലേ? ഫീഹിം റസൂലൻ എന്നുള്ളിടത്ത്, പിന്നെ മിൻഹും അനിഅ്ബുദുല്ലാഹ. രണ്ട് സ്ഥലത്തും ഇൽഹാർ ഷഫവിയാണ്, ഇൽഹാർ ചെയ്യേണ്ടതാണ്. ഫഅർസൽനാ ഫീഹിം റസൂലം മിൻഹും, അവിടെ എന്ത് ചെയ്യണം? ഇദ്ഗാമും ബിഗുന്നയാണ്, അത് നിങ്ങൾക്ക് അറിയാലോ അല്ലേ? പിന്നെ മിൻഹും മാലക്കും മിൻ ഇലാഹിൻ ഗൈറുഹു, അവിടെ ഒക്കെ വരുന്നത് ഇൽഹാറുൽ ഹൽക്കിയാണ്. പിന്നെ അനിഅ്ബുദുല്ലാഹ, അവിടെ ഹംസത്തുൽ വസ്ലാണ്. ഹംസത്തുൽ വസ്ൽ വന്ന് എന്ത് ചെയ്യണം? ഉച്ചരിക്കണ്ടേ? വേണ്ട. പിന്നെ മാലക്കും മിൻ, അവിടെ ഇദ്ഗാമു ഷഫവിയാണ്. സാക്കിനായ മീമിന്റെ ശേഷം മീമ് വന്നാൽ മീമിലേക്ക് ചേർത്തി മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. മീമ് ഷദ്ദുള്ളതിനാൽ ഉന്നത്തോടെ മണിച്ചുകൊണ്ടാണ് ഓതേണ്ടത്. മാലക്കും മിൻ, ഉണ്ടോ? മാലക്കും മിൻ, ആ മീമിനെ മണിച്ചുകൊണ്ട് ഓതണം എന്നർത്ഥം. പിന്നെ ഇലാഹിൻ ഗൈറുഹു, അവിടെ വഖഫ് ജായിസാണ്. കാരണം എന്താ? ജീമ് വന്നിട്ടുണ്ട്. നിർത്തൽ അനുവദനീയമാണ്. നിർത്താതെയും എന്ത് ചെയ്യാം? ഓതാവുന്നതാണ്. പിന്നെ മദ് മുൻഫസിലാണ്. കാരണം ഗൈറുഹു കഴിഞ്ഞിട്ടൊരു മദ്ദുണ്ട്. ആ മദ്ദിന് ശേഷം എന്ത് ചെയ്തിട്ടുണ്ട്? അടുത്ത വാചകത്തിൽ ഹംസയും വന്നിട്ടുണ്ട്. അപ്പൊ അവിടെ എന്താണ്? നീട്ടിയോതൽ ജായിസാണ്. നിർത്താതെ ഓതുകയാണെങ്കിൽ ഇട്ടോ, നിർത്തി ഓതുകയാണെങ്കിൽ ഗൈറു എന്ന് പറഞ്ഞിട്ട് അവിടെ നിർത്തണം, വഖഫ് ചെയ്യണം. നിർത്താതെ ഓതുകയാണെങ്കിൽ ഗൈറുഹു അഫലാ തത്തഖൂൻ എന്നാണ് ഓതേണ്ടത്. മനസ്സിലായോ? പിന്നെ മദ്ദുൽ ആരൽ ലിസുക്കൂൻ, നിർത്തുമ്പോൾ സുക്കൂന് കൊടുക്കുകയാണെങ്കിൽ അവിടെ 6 ഹർക്കത്ത് വരെ നീട്ടി ഓതാം. ഫഅർസൽനാ, എന്നിട്ട് നാം അയച്ചു. അർസല എന്ന് പറഞ്ഞാൽ അയച്ചു എന്നാ. യുർസിലു എന്നാണ് അതിൻ്റെ മുലാര്. അർസല യുർസിലു. ഫഅർസൽനാ എന്ന് പറയുമ്പോൾ എന്തായി? ഫാന്ന് കൂടുമ്പം അപ്പോൾ, നാന്ന് കൂടുമ്പം നാം. അതായത് ഫഅർസൽനാ, അപ്പോൾ നാം അയച്ചു, അല്ലെങ്കിൽ എന്നിട്ട് നാം അയച്ചു. ഫീഹിം, അവരിൽ. ആരിൽ? നൂഹ് നബിയുടെ ജനതയ്ക്ക് ശേഷം അള്ളാഹു ഉണ്ടാക്കിയ ആ പുതിയ ജനങ്ങളിൽ, പുതിയ ആളുകളിലേക്ക് അള്ളാഹു അയച്ചു റസൂലൻ, ഒരു ദൂതനെ, ഒരു പ്രവാചകനെ, ഒരു റസൂലിനെ. മിൻഹും, അവരിൽ നിന്ന് തന്നെയുള്ള ഒരു ആളെ ദൂതനായി, പ്രവാചകനായി, റസൂലായി അവരിലേക്ക് തന്നെ അള്ളാഹു എന്ത് ചെയ്തു? നിയോഗിച്ചു. എന്തിനു വേണ്ടി? അനിഅ്ബുദൂ, നിങ്ങൾ ആരാധിക്കുവിൻ എന്ന് പറയാൻ വേണ്ടി. ആരെ? അനിഅ്ബുദുല്ലാഹ, അള്ളാഹുവിനെ നിങ്ങൾ ആരാധിക്കുവിൻ എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് അവരിൽ നിന്ന് തന്നെ ഒരു ദൂതനെ അവരിലേക്ക് അള്ളാഹു നിയോഗിച്ചു. എന്നിട്ടോ മാലക്കും, നിങ്ങൾക്കില്ല, മിൻ ഇലാഹിൻ, ഒരു ഇലാഹുമില്ല, ഗൈറഹു, അവനല്ലാതെ.
അല്ലാഹ് അല്ലാതെ നിങ്ങൾക്ക് വേറെ ഒരു ഇലാഹുമില്ല എന്ന് പറയാൻ, അള്ളാനെ മാത്രം നിങ്ങൾ ആരാധിക്കണമെന്ന് പറയാൻ അവരിൽ നിന്ന് തന്നെ അള്ളാഹു ഒരു ദൂതനെ അവരിലേക്ക് എന്ത് ചെയ്തു? നിയോഗിച്ചു എന്നതാണ്. അഫലാ തത്തഖൂൻ, അഫലാ തത്തഖൂൻ, എന്നാൽ നിങ്ങൾ സൂക്ഷിക്കുന്നില്ലേ? ഇതാണ് അള്ളാഹുവിൻ്റെ രണ്ടാമത്തെ ആയത്ത്. ഈ സൂറത്തിലെ 32-ാമത്തെ ആയത്ത് നമ്മളെ പഠിപ്പിക്കുന്നത് എന്താ? അപ്പോൾ അവരിൽ നിന്ന് തന്നെയുള്ള ഒരു ദൂതനെ അവരിലേക്ക് നാം അയച്ചു. അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ അള്ളാഹുവെ ആരാധിക്കുക, നിങ്ങൾക്ക് അവനല്ലാതെ ഒരു ദൈവവുമില്ല, അതിനാൽ നിങ്ങൾ സൂക്ഷ്മത പാലിക്കുന്നില്ലേ, തഖ്വ കാണിക്കുന്നില്ലേ എന്നാണ്. ഈ ആയത്ത് കൂടെ കഴിഞ്ഞിട്ട് നമുക്ക് വിശദീകരിക്കാം കേട്ടോ. കേട്ടോളൂ. وقال الملأ من قومه الذين كفروا وكذبوا بلقاء الآخرة وأترفناهم في الحياة الدنيا ما هذا إلا بشر مثلكم يأكل مما تأكلون منه ويشرب مما تشربون. ഇനി നോക്ക്, ഇതിലെ തജ്വീദ് നിയമങ്ങൾ ഹംസത്തുൽ വസ്ലാണ് വന്നതൊക്കെ. മഞ്ഞ നിറത്തിൽ കാണുന്നത് ഹംസത്തുൽ വസ്ലാണ്. വഖാല അൽ മലഉ എന്ന് പറയില്ല. എങ്ങനെ ഓതുക? വഖാലൽ മലഉ. പിന്നെ ഖൗമിഹി അല്ലദീന എന്നല്ല, ഖൗമിഹിൽ ലദീന ബിലിഖാഇൽ ആഖിറ. മനസ്സിലായോ? അതേപോലെ അൽ ഹയാത്ത് അദ്ദുന്യ, ഇവിടൊക്കെ വന്നത് ഹംസത്തുൽ വസ്ലാണ്. പിന്നെ മിൻ ഖൗമിഹി ബിലിഖാഇ, അവിടെ ആ പാരായണത്തിൽ നീട്ടുന്നത് ശ്രദ്ധിച്ചില്ലേ? ഖാഫിന് ശേഷം വന്ന മദ്ദിന് ശേഷം വന്ന ഹംസ. പിന്നെ ഇൽഹാർ ഷഫവി മിസ്ലുക്കും യ, അതുപോലെ തന്നെ വ അത്റഫ്നാഹും ഫി അദ്ദുന്യ, ഇൽഹാറാണ് കേട്ടോ. പിന്നെ ഹാദ ഇല്ല എന്നുള്ള ഇടത്തുള്ള നിയമം മദ് മുൻഫസിലാണ്. അതേപോലെ തന്നെ ഇല്ല ബഷറും മിസ്ലുക്കും, ബഷറും മിസ്ലുക്കും ഇദ്ഗാമും ബിഗുന്നയാണ്. അതേപോലെ തന്നെ ഉന്നത്തോടു കൂടി ഓതേണ്ട മീമുകളാണ് എന്ത് ചെയ്തിട്ടുള്ള ആ മഞ്ഞ നിറത്തിൽ അടയാളപ്പെടുത്തിയിട്ടുള്ളത്. പിന്നെ മിമ്മാ തഅക്കുലൂന മിൻ ഹു, അവിടെയും ഇൽഹാറുൽ ഹൽക്കിൻ്റെ അക്ഷരാണ്. മദ്ദു ആരൽ ലിസുക്കൂൻ. ഇത്രയാണ് അതിലെ തജ്വീദ് നിയമങ്ങൾ. ഓക്കെ അല്ലേ? വഖാലൽ മലഉ, പ്രമുഖ സംഘം പറഞ്ഞു. വഖാല പറഞ്ഞു, കാല പറഞ്ഞു, നമ്മൾ ഒരുപാട് പഠിച്ച. പിന്നെ അൽ മലഉ, പ്രമുഖ സംഘം, മിൻ ഖൗമിഹി, അദ്ദേഹത്തിൻ്റെ ജനതയിൽ നിന്ന്. ആരുടെ ജനതയിൽ നിന്ന്? നൂഹ് നബിക്ക് ശേഷം വന്ന ആ ജനത, അള്ളാഹു പുതുതായി ഉണ്ടാക്കിയ ആ ജനത, ആ ജനതയിൽ നിന്ന് പ്രമുഖരായ നേതാക്കന്മാരായ ഓലാണല്ലോ പ്രമുഖര്, ഓലെന്ത് ചെയ്തു? പറഞ്ഞു. അല്ലദീന കഫറൂ, എന്താ പറഞ്ഞത്? അല്ലദീന കഫറൂ, അവിശ്വസിച്ചവരായ, വകദ്ദബു, കളവാക്കുകയും ചെയ്തവരായ, അവരാണ് പറഞ്ഞത്. ബിലിഖാഇൽ ആഖിറത്തി, പരലോകത്തെ കാണുന്നതിനെ കളവാക്കിയ അല്ലെങ്കിൽ നിഷേധിച്ച. വ അത്റഫ്നാഹും, നാം അവർക്ക് സൗഖ്യം നൽകുകയും ചെയ്തിട്ടുള്ള. എവിടെ? ഫിൽ ഹയാത്തി ദുന്യ, ഐഹിക ജീവിതത്തിൽ ഇങ്ങനെ അടിപൊളിയായി ജീവിച്ച് പരലോകത്തൊക്കെ നിഷേധിച്ച് അള്ളാഹിൻ്റെ ദീനിനെ കളവാക്കിയ, പരലോകത്തെ കണ്ടുമുട്ടുന്ന ആ രംഗത്തെ കളവാക്കിയ ആൾക്കാരോട് അല്ലേ? മഹാദ, ഇവനല്ലേ, ഓലാണ് പറയുന്നത്, മഹാദ, ഇവനല്ലേ, ഇല്ല ബഷറുൻ, ഒരു മനുഷ്യനല്ലാതെ, മിസ്ലുക്കും, നിങ്ങളെപ്പോലെയുള്ള. ആ നേതാക്കന്മാർ, പ്രമുഖന്മാരായ വഖാലൽ മലഉ എന്ന് പറഞ്ഞില്ലേ, ആ നേതാക്കന്മാർ പറയാണ്, ഇവൻ നിങ്ങളെപ്പോലെയുള്ള ഒരു മനുഷ്യനല്ലേ. യഅ്കുലു, അവൻ തിന്നുന്നു, മിമ്മ, യാതൊന്നിൽ നിന്ന്, തഅ്കുലൂൻ, നിങ്ങൾ തിന്നുന്ന, നിങ്ങൾ ഭക്ഷിക്കുന്നതിനെ ഭക്ഷിക്കുന്ന നിങ്ങളെപ്പോലെയുള്ള ഒരുവനല്ലേ ഇവൻ. അതേപോലെ തന്നെ മിൻഹു, അതിൽ നിന്ന്,
വയശ്റബു, അവൻ കുടിക്കുകയും ചെയ്യുന്നു, മിമ്മാ തശ്റബൂൻ, നിങ്ങൾ കുടിക്കുന്നതിൽ നിന്ന് തന്നെ. കണ്ടോ, അദ്ദേഹത്തിന്റെ ജനതയിൽ നിന്ന് അവിശ്വസിച്ചവരും പരലോകത്തെ കണ്ടുമുട്ടുന്നതിന് നിഷേധിച്ച് കളഞ്ഞവരുമായ, ഐഹിക ജീവിതത്തിൽ നാം സുഖാഡംബരങ്ങൾ നൽകിയവരുമായ പ്രമാണിമാര്, ആ നേതാക്കന്മാര്, അവർ പറയാണ്, ഇവൻ നിങ്ങളെപ്പോലെയുള്ള ഒരു മനുഷ്യൻ മാത്രമാകുന്നു. നിങ്ങൾ തിന്നുന്നു, ആ തരത്തിലുള്ളത് തന്നെയാണ് അവരും തിന്നുന്നത്. നിങ്ങൾ കുടിക്കുന്ന തരത്തിലുള്ളത് തന്നെയാണ് അവനും കുടിക്കുന്നത്. ആരെക്കുറിച്ചായി പറഞ്ഞത്? ആരെക്കുറിച്ചാ പറഞ്ഞത്? പ്രവാചകനെ കുറിച്ച്. ഏത് പ്രവാചകനാന്ന് പറയാൻ പറ്റുമോ നിങ്ങൾക്ക്? ഏത് പ്രവാചകനെ കുറിച്ചിട്ടാണ് ആ സമുദായത്തിലേക്ക് പറഞ്ഞയച്ച പ്രവാചകൻ? ആരായിരുന്നു? നൂഹ് നബിയുടെ ജനത നശിപ്പിച്ചതിന് ശേഷം അള്ളാഹു മറ്റൊരു സമുദായത്തെ ഉണ്ടാക്കിയെന്നും അവരിലേക്ക് അവരുടെ കൂട്ടത്തിൽ നിന്ന് തന്നെ അള്ളാഹു ഒരു പ്രവാചകൻ അയച്ചു എന്നും ആ പ്രവാചകൻ അള്ളാഹിനെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ, അവനല്ലാതെ നിങ്ങൾക്കൊരു ആരാധനയില്ല എന്ന് ഉപദേശിക്കുകയും ചെയ്തപ്പോൾ അവരിലുള്ള പ്രമുഖരായ നേതാക്കന്മാർ, പ്രമുഖരായ ആളുകൾ, അതായത് പരലോകത്തെ തള്ളിക്കളഞ്ഞ, അതുപോലെ തന്നെ അള്ളാഹുവിൽ വിശ്വസിക്കാത്ത, സത്യത്തെ നിഷേധിച്ച് കളഞ്ഞ ആളുകൾ പറഞ്ഞു, ഇവൻ നിങ്ങളെപ്പോലെയുള്ള ഒരു മനുഷ്യൻ മാത്രമാണ്. നിങ്ങൾ ഭക്ഷിക്കുന്നത് പോലെ ഭക്ഷിക്കുന്നു, നിങ്ങൾ കുടിക്കുന്നത് പോലെ കുടിക്കുന്നു എന്നൊക്കെ അവർ പറഞ്ഞു. എന്ന് മാത്രമല്ല, എന്നിട്ട് ഇവനെയാണോ നിങ്ങൾ വിശ്വസിക്കുന്നത് എന്ന രൂപത്തിലാണ് എന്ത് ചെയ്തിട്ടുള്ളത്? ഈ പ്രമാണിമാര് പരിഹസിച്ചത്. ആ പ്രവാചകൻ ആരായിരുന്നു? ആ ജനത ഏതായിരുന്നു? മുഫസ്സിരീങ്ങൾ രേഖപ്പെടുത്തിയിട്ടുള്ളത് പ്രകാരം ആദ് സമൂഹമായിരുന്നു നൂഹ് നബിയുടെ കാലശേഷം അള്ളാഹു ഉണ്ടാക്കിയ ആ ഒരു പുതിയ സമുദായം എന്ന് പറഞ്ഞത്. അതിലേക്ക് അള്ളാഹു നിയോഗിച്ച പ്രവാചകനാണ് ആര്? ഹൂദ് അലൈഹിസ്സലാത്തു വസ്സലാം. അപ്പോ ഹൂദ് നബി അലൈഹിസ്സലാത്തു വസ്സലാം അവരോട് പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണ്? ഇതിലെ ഈ പറഞ്ഞ 3 ആയത്തുകളുണ്ടല്ലോ, അതിൽ വരുന്ന പ്രധാനപ്പെട്ട വിഷയങ്ങളാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. അതിലൊന്ന്, നൂഹ് നബിക്ക് ശേഷം പുതിയൊരു സമുദായം. അതാണ് അള്ളാഹ് പറഞ്ഞത്, സുമ്മ അൻശൈനാ മിൻ ബഅദിഹിം ഖർനൻ ആഖരീൻ. ഒരു തലമുറയെ അള്ളാഹു വളർത്തിയെടുത്തു. അതാണ് ആദ് സമുദായം എന്ന് മുഫസ്സിരീങ്ങൾ രേഖപ്പെടുത്തിയിട്ടുള്ളത്. പിന്നെന്താ പിന്നെ പറഞ്ഞതെന്താ? എല്ലാ പ്രവാചകന്മാരുടെയും അടിസ്ഥാന സന്ദേശം അതാണ് പറഞ്ഞത്. അവരിൽ നിന്ന് തന്നെ അള്ളാഹു ഒരു പ്രവാചകനെ നിയോഗിച്ചു എന്ന്. എന്നിട്ട് ആ പ്രവാചകൻ എന്താ അവരോട് പറഞ്ഞത്? നിങ്ങൾ അള്ളാഹുവിനെ മാത്രം ആരാധിക്കുക, അവനല്ലാതെ ഒരു ദൈവവും നിങ്ങൾക്കില്ല, അതിനാൽ നിങ്ങൾ സൂക്ഷ്മത പാലിക്കുന്നില്ലേ? ഇത് അള്ളാഹ് ഖുർആനിൽ പറഞ്ഞതാണ്. ഇത് പല സ്ഥലങ്ങളിലും അള്ളാഹ് പറഞ്ഞിട്ടുണ്ട്. മുഹമ്മദ് നബിയോട് അള്ളാഹ് പറഞ്ഞില്ലേ, വലഖദ് ഊഹിയ ഇലൈക വഇലല്ലദീന മിൻ ഖബ്ലിക ലഇൻ അശ്റക്ത ലയഹ്ബതന്ന അമലുക. അവിടെ എന്താ പറഞ്ഞേ? വലഖദ് ഊഹിയ ഇലൈക, നിന്നിലേക്ക് ബോധനം നൽകിയിരിക്കുന്നു. വഇലല്ലദീന മിൻ ഖബ്ലിക, നിന്റെ മുമ്പുള്ളവർക്കും ബോധനം നൽകിയത് ഇതേ കാര്യം തന്നെയാണ്. അള്ളാഹിൽ പങ്കു ചേർക്കരുത്, ശിർക്ക് ചെയ്യരുത്, അള്ളാഹിനെ മാത്രം ആരാധിക്കണം. വമാ അർസൽനാ മിൻ ഖബ്ലിക മിൻ റസൂലിൻ ഇല്ലാ നൂഹി ഇലൈഹി അന്നഹു ലാ ഇലാഹ ഇല്ലാ അന ഫഅബ്ദൂൻ. മറ്റൊരായത്ത അവൻ നബിനോട് പറഞ്ഞ അള്ളാഹ് പറഞ്ഞ ഖുർആനിൽ, വമാ അർസൽനാ മിൻ ഖബ്ലിക മിൻ റസൂലിൻ, നബിയെ നിനക്ക് മുമ്പ് ഞാനൊരു ദൂതനെ നിയോഗിച്ചിട്ടില്ല, ഇല്ലാ നൂഹി ഇലൈഹി, അവരിലേക്ക് ഞാൻ ബോധനം നൽകിയിട്ടല്ലാതെ. എന്ത്? അന്നഹു ലാ ഇലാഹ ഇല്ലാ അന ഫഅബ്ദൂൻ, അള്ളാനെ മാത്രം ആരാധിക്കണം, അള്ളാനോട് മാത്രം പ്രാർത്ഥിക്കണം എന്ന് പറയാതെ നിനക്ക് മുമ്പ് ഒരു ദൂതനെയും ഞാൻ നിയോഗിച്ചിട്ടില്ല എന്ന്. അപ്പൊ ലക്ഷക്കണക്കിന് പ്രവാചകന്മാര് എന്ത് ചെയ്തിട്ടുണ്ട്? ഓരോ സമുദായത്തിലേക്കായി വന്നിട്ടുണ്ട്. ആ പ്രവാചകന്മാർ മുഴുവനും പ്രബോധനം ചെയ്തത് എന്താണ്?
ലാ ഇലാഹ ഇല്ലല്ലാഹയാണ്. അള്ളാനെ മാത്രം ആരാധിക്കണം. അവനല്ലാതെ നിങ്ങൾക്കൊരാരാധ്യനില്ല. അള്ളാഹുവിൽ പങ്കു ചേർത്താൽ അത് ശിർക്കാണ്, ഗുരുതരമായ പാതകമാണ്, നരകമാണ്. ഈ മുന്നറിയിപ്പ് കൊടുക്കാതെ ഒരൊറ്റ സമുദായത്തിലെയും പ്രവാചകന്മാർ കടന്നുപോയിട്ടില്ല എന്ന് എല്ലാ പ്രവാചകന്മാരും പറഞ്ഞതാ. ഈ ഒറ്റ ആയത്ത് മതി അതിന് തെളിവ്. ഇപ്പൊ നമുക്കിങ്ങനെ തോന്നും, എന്ത് ഷുഐബ് നബി അവിടെ തൗഹീദ് പറഞ്ഞ്, അല്ലെങ്കിൽ പിന്നെ മറ്റേ ലൂത്ത് നബി എവിടെ തൗഹീദ് പറഞ്ഞെന്ന്. തെളിവ് ഇത്രയേ ഉള്ളൂ. വമാ അർസൽനാ മിൻ ഖബ്ലിക മിൻ റസൂലിൻ ഇല്ലാ നൂഹി ഇലൈഹി അന്നഹു ലാ ഇലാഹ ഇല്ലാ അന ഫഅബ്ദൂൻ. അതിന്റെ തെളിവ് നബിക്ക് മുമ്പ് വന്ന എല്ലാ നബിമാരും പറഞ്ഞത് ഒറ്റ കാര്യ. അതെന്താ? അതാണ് പറഞ്ഞത്, ഉഅ്ബുദുല്ലാഹ മാലക്കും മിൻ ഇലാഹിൻ ഗൈറുഹു. നിങ്ങൾ അള്ളാഹിനെ ആരാധിക്കുക, അവനല്ലാതെ നിങ്ങൾക്കൊരു ആരാധനയില്ല. മറ്റൊരായത്തിൽ അള്ളാഹ് പറയുന്നുണ്ട്, സൂറത്തുൻ നഹലിലെ 36-ാമത്തെ ആയത്ത്, വലഖദ് ബഅത്നാ ഫീ കുല്ലി ഉമ്മത്തിൻ റസൂലാ അൻ ഇഅ്ബുദുല്ലാഹ വജ്തനിബുത് ത്വാഗൂത്ത്. എന്താ? അതും തെളിവാണ്. എന്താ? വലഖദ് ബഅത്നാ ഫീ കുല്ലി ഉമ്മത്തിൻ റസൂലൻ, തീർച്ചയായും ഓരോ സമുദായത്തിലും നാം ദൂതനെ നിയോഗിച്ചിട്ടുണ്ട്, നിങ്ങൾ അള്ളാഹുവെ ആരാധിക്കുകയും ദുർമൂർത്തികളെ വെടിയുകയും ചെയ്യണമെന്ന് പ്രബോധനം ചെയ്യുന്നതിന് വേണ്ടി. അപ്പം എല്ലാ നബിമാരും പഠിപ്പിച്ച ആശയവും ആദർശവും എന്താണ്? ഒന്നാണ് എന്നുള്ളതാണ് ഈ ആയത്തുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പിന്നെ മൂന്നാമത്തെ കാര്യം എന്താണ്? അഹങ്കാരം. ആരുടെ അഹങ്കാരം? ചില പ്രമാണിമാരുടെ അഹങ്കാരം. അഹങ്കാരം സത്യത്തെ എന്ത് ചെയ്യും? ഇല്ലാതെയാക്കും. സത്യത്തെ അവഗണിച്ചു തള്ളും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അഹങ്കാരത്തിന്റെ നിർവചനം പറഞ്ഞതെന്താ? അൽ കിബ്റു ബത്റുൽ ഹഖി വഗംതുൻ നാസ്. സത്യത്തെ നിഷേധിക്കലും ജനങ്ങളെ നിസാരമായി കാണലുമാണ് കിബിർ എന്ന് പറഞ്ഞാൽ. ഒരു കടുകുമണിയുടെ അളവ്, കടുക് കണ്ടില്ല നിങ്ങൾ വെളിച്ചെണ്ണയിലിടുന്ന ആ പൊട്ടിത്തെറിച്ചുന്ന സാധനം, ചെറിയ സാധനം, അത്ര ചെറിയ ഒരു സാധനത്തിൻ്റെ വലുപ്പം, ആ ഒരു അളവ് ഹൃദയത്തിൽ കിബിറുള്ളവൻ ലാ യദ്ഖുലുൽ ജന്നാൻ, സ്വർഗത്ത് പോകൂലാന്ന് ഞാനല്ല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അഹങ്കാരത്തെ നന്നായിട്ട് പേടിക്കണം. സത്യത്തെ നിഷേധിക്കലാണ് അതിൻ്റെ പ്രധാനപ്പെട്ട അടയാളം. അതുപോലെ തന്നെ ജനങ്ങളെ നിസാരനായി കാണുക. ഇത് രണ്ടുമാണ് പ്രവാചകൻ പറഞ്ഞ്. നമ്മളിലുണ്ടോയെന്നുള്ള നമ്മൾ പേടിക്കണം. ഒരൊറ്റ അഹങ്കാരിയെയും അള്ളാഹു വിട്ടിട്ടില്ല. ഖാറൂന്റെ ചരിത്രം ഖുർആൻ പറയുന്നുണ്ട് അല്ലേ? സമ്പത്തിന്റെ പേരിൽ അഹങ്കരിച്ചവനായിരുന്നു ഖാറൂൻ. അള്ളാഹു ഭൂമി പിളർത്തിയിട്ട് അവന്റെ കൊട്ടാരവും അവന്റെ സമ്പത്തും അവനെയും ആ ഭൂമിയിലേക്ക് താഴ്ത്തിക്കളഞ്ഞ് മണ്ണിട്ട് മൂടിന. അതാണ് അഹങ്കാരിയുടെ പതനം. അധികാരത്തിന്റെ പേരിൽ അഹങ്കരിച്ചവരുണ്ടായിരുന്നു. അധികാരത്തിന്റെ പേരിൽ അഹങ്കരിച്ചവർ, സമ്പത്തിന്റെ പേരിൽ അഹങ്കരിച്ചവർ, എല്ലാ ധിക്കാരികളെയും അള്ളാഹു നശിപ്പിച്ചിട്ടേ ഉള്ളൂ. പരിശുദ്ധ ഖുർആനിൽ അവരുടെയൊക്കെ ചരിത്രങ്ങൾ പറയുന്നുണ്ട്. അതുകൊണ്ട് ആ നേതാക്കള്, ആ പ്രവാചകന്മാരെ ആ സമുദായത്തിലേക്ക് അയച്ച പ്രവാചകനെ നിഷേധിച്ച ആ ജനതയുടെ നേതാക്കന്മാർ പറഞ്ഞ കാര്യമാണ്, മാ ഹാദാ ഇല്ലാ ബശറും മിസ്ലുക്കും. ഇവനൊക്കെ നിങ്ങളെപ്പോലെയുള്ള മനുഷ്യന്മാരല്ലേ, പിന്നെ എന്തിനാ ഓനങ്ങൾ വിശ്വസിക്കണേന്ന്. ആ ഒരു അഹങ്കാരത്തിന്റെ വർത്തമാനമാണത്. അതുകൊണ്ട് അള്ളാഹ് പറയാണ്, ഖാലൂമാ അൻതും ഇല്ലാ ബശറും മിസ്ലുനാൻ. സൂറത്തു യാസീനിൽ നിങ്ങൾക്ക് മനപ്പാടുള്ള സൂറത്തേക്കാരം, സൂറത്തു യാസീൻ. ഖാലൂമാ അൻതും ഇല്ലാ ബശറും മിസ്ലുനാ. അവർ ജനങ്ങൾ പറഞ്ഞു, നിങ്ങൾ ഞങ്ങളെപ്പോലെയുള്ള മനുഷ്യർ മാത്രമാകുന്നു. ഉണ്ടോ? അള്ളാന്റെ ദൂതന്മാർക്ക് പരിഹാസങ്ങൾ നേരിട്ട പല പ്രവാചകന്മാരും ഉണ്ടായിരുന്നു. ആ പ്രവാചകന്മാരുടെ കൂട്ടത്തിൽ ഞങ്ങളെപ്പോലുള്ള മനുഷ്യന്മാരല്ലാതെ വേറെ ആരുമല്ല എന്ന രൂപത്തിൽ പരിഹാസം നേരിട്ട, ഈ ആരോപണം നേരിട്ട ആളുകളുടെ കൂട്ടത്തിലാണ് ഒന്ന് നൂഹ് നബിയോട് പറഞ്ഞിട്ടുണ്ട്, ഹൂദ് നബിയോട് പറഞ്ഞിട്ടുണ്ട്, സ്വാലിഹ് നബിയോട് പറഞ്ഞിട്ടുണ്ട്, ഷുഐബ് നബിയോട് പറഞ്ഞിട്ടുണ്ട്, മുഹമ്മദ് നബിയോടും എന്ത് ചെയ്തിട്ടുണ്ട്?
ഇതേ വർത്തമാനങ്ങൾ പറഞ്ഞതായി വിശുദ്ധ ഖുർആൻ വ്യത്യസ്ത സ്ഥലങ്ങളിൽ എന്ത് ചെയ്യുന്നുണ്ട്, പറയുന്നുണ്ട്. അതുകൊണ്ട് അതും നമ്മൾ മനസ്സിലാക്കുക, ഇതൊക്കെ കിബറിൻ്റെ, അഹങ്കാരത്തിൻ്റെ വർത്തമാനമാണ് അവരെ സത്യത്തിൽ നിന്ന് അകറ്റി നിർത്തിയത്. അതുകൊണ്ട് കിബർ, അഹങ്കാരം ശ്രദ്ധിക്കണം. നാലാമത്തെ വിഷയം എന്താ അവർ ചെയ്ത്? പരലോകത്തെ നിഷേധിക്കുക എന്നുള്ളതാണ്. പരലോക നിഷേധം എന്താ? ഖുർആനിൽ പിന്നെ ഒരുപാട് സ്ഥലങ്ങളിൽ ഈമാനിൻ്റെ അടിസ്ഥാന ഘടകമായി അവതരിപ്പിക്കപ്പെടുന്ന ഒന്നാണെന്ത്? പരലോക വിശ്വാസം. വകദ്ദബൂ ബിലിഖാഇൽ ആഖിറ, അവർ പരലോക സന്ദർശനത്തെ നിഷേധിച്ചു. വബിൽ ആഖിറത്തി ഹും യൂഖിനൂൻ, പരലോകത്തിൽ ദൃഢമായി വിശ്വസിക്കുകയും ചെയ്യുന്നവരത്രേ അവർ. ആര്? സൂക്ഷ്മത പാലിക്കുന്ന സത്യവിശ്വാസികളുടെ അടയാളാണത്. അവർ പരലോകത്തിൽ നന്നായിട്ട് വിശ്വസിക്കുന്നവരാണ്. അല്ലേ? അലിഫ് ലാം മീം ദാലിക്കൽ കിതാബു ലാ റൈബ ഫീഹി ഹുദൽ ലിൽ മുത്തഖീൻ അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബി വയുഖീമൂന സ്വലാത്ത വമിമ്മാ റസഖ്നാഹും യുൻഫിഖൂൻ. പിന്നെ ബെസ്റ്റ് വബിൽ ആഖിറത്തി ഹും യൂഖിനൂൻ എന്നുള്ളത് അവിടെ പറയുന്ന സൂറത്തുൽ ബഖറയിൽ കാണാം, മറ്റു സൂറത്തുകളിലൊക്കെ കാണാം. സൂറത്തുൽ ബഖറയുടെ 2 മുതൽ 4 വരെയുള്ള 2-ാമത്തെ 4-ാമത്തെ വചനാണത്. വബിൽ ആഖിറത്തി ഹും യൂഖിനൂൻ. നിസ്കാരത്തെക്കുറിച്ച് പറഞ്ഞു, പരലോകത്തിൽ വിശ്വസിക്കുന്നവരാണ് അവരെന്ന് പറഞ്ഞു, സൂക്ഷ്മത കാണിക്കുന്നവരാണെന്ന് പറഞ്ഞു, അതുപോലെ തന്നെ അള്ളാഹുവിൽ ദൃഢമായി വിശ്വാസമുള്ളവരാണെന്ന് അവർ പറഞ്ഞു. ഒക്കെ കഴിഞ്ഞതിന് ശേഷം അള്ളാഹ് പറയാം, പരലോകത്തിൽ ദൃഢമായി വിശ്വസിക്കുന്നവരാണ് അവർ. കണ്ടോ? ഇത് വിശ്വാസികളെ കുറിച്ച് പറഞ്ഞ. എന്നാൽ അവിശ്വാസികൾക്ക് എന്തില്ല? പരലോകത്തിലുള്ള വിശ്വാസമില്ല എന്നർത്ഥം. എന്ന് മാത്രമല്ല, പിന്നെ ഇതൊക്കെ പറയുന്നത് എവിടെ വെച്ചിട്ടാ? ഐഹിക ദുനിയാവിലെ ജീവിതത്തിൻ്റെ സുഖസൗകര്യങ്ങൾ അനുഭവിച്ചും ആസ്വദിച്ചു കൊണ്ടാണ് ഓല് പറയുന്നത്. അതാണ് വഅതറഫ്നാഹും ഫിൽ ഹയാത്തി ദുന്യാ, ഐഹിക ജീവിതത്തിൽ നാം അവർക്ക് സൗഖ്യങ്ങൾ, സുഖസൗകര്യങ്ങൾ നൽകിയിരിക്കുന്നു. ആ നൽകിയ സുഖസൗകര്യങ്ങളിൽ നിന്ന് അവരെന്ത് ചെയ്യും? അതുകൊണ്ടാണ് റസൂൽ ഒരു ഹദീസിൽ പറഞ്ഞില്ലേ, മുഅ്മിനീങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ദുനിയാവെന്ന് പറയുന്നത് സിജ്നാണ്, ജയിലറയാണ്. കാഫിറുകൾക്കോ ഇത് സ്വർഗ്ഗാണ്. ഓൽക്ക് ഇവിടെ തന്നെ ഉള്ളൂ, അവിടെ ഉണ്ടാവില്ല. അവിടെ എന്താ സംഭവിക്കാൻ പോണേ നമ്മൾ പറയേണ്ട ആവശ്യമില്ല, നരകാണ്. മനസ്സിലായിട്ടോ? അത്രയും ഭയാനകരമായ ശിക്ഷയായിരിക്കുമെന്നാണ്. കല്ലാ ഇന്നൽ ഇൻസാന ലയത്ഗാ അൻ റആഹു ഇസ്തഗ്നാ. അല്ലേ? എന്താ അവിടെ പറഞ്ഞ്? ഒരു സംശയം വേണ്ട, മനുഷ്യൻ ധിക്കാരിയായിത്തീരുന്നു, തന്നെ സ്വയം പര്യാപ്തനായി കണ്ടതിനാൽ. കണ്ട, അതാണ് ഞാൻ എല്ലാത്തിനും കഴിവുള്ളവനാണ്, എനിക്കെല്ലാം എന്താണ്, ഞാൻ ഓക്കെയാണ്, എൻ്റെ സമ്പത്ത് എന്നെ വലിയവനാക്കി, എൻ്റെ അധികാരം എനിക്ക് എല്ലാം നേടിത്തന്നു എന്ന് ചിന്തിക്കുന്ന മനുഷ്യന്മാരില്ലേ? ഏയ് ഞാൻ പെർഫെക്റ്റാണ് എന്ന തോന്നൽ അത് വേണ്ടാന്നാണ്. അള്ളാഹ് ഖുർആനിൽ തന്നെ ഒരുപാട് സ്ഥലങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല പിന്നെ ഈ വിഷയത്തിലൊക്കെ കൃത്യമായി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. അള്ളാഹുവിനെ ധിക്കരിച്ച്, ആഖിറത്തിനെ നിഷേധിച്ച്, പ്രവാചകന്മാരെ പരിഹസിച്ച്, അള്ളാഹുവിൻ്റെ ദൂതന്മാരെ വിശ്വസിക്കാതെ ഈ ദുനിയാവിൽ എത്ര സുഖസൗകര്യത്തിൽ ജീവിച്ചാലും ഓന് പരലോകത്ത് മരണത്തിന് ശേഷമുള്ള ജീവിതത്തിൽ രക്ഷപ്പെടാൻ കഴിയില്ല. അവിടെ അവൻ അനുഭവിക്കേണ്ടി വരുന്ന ശക്തമായ ശിക്ഷ അവൻ ഏറ്റുവാങ്ങേണ്ടി വരും. എന്നെന്നുമുള്ള നരകത്തിൽ നിന്നൊരിക്കലും മോചനമില്ലാത്ത, അതാണ് എന്നും നരകത്തിൽ കഴിയേണ്ടുന്ന, ഖാലിദീന ഫീഹാന, അവർ അതിൽ എന്നും നിലകൊള്ളുന്നവരായിരിക്കുന്ന, എപ്പോഴെങ്കിലും ഒന്ന് കയറിപ്പോകാം എന്ന് ചിന്തിക്കാൻ അവർക്ക് കഴിയില്ല എന്ന്. ശിർക്ക് സംഭവിച്ചാൽ, അള്ളാഹുവിനെ നിഷേധിച്ചാൽ, അതുപോലെ തന്നെ പ്രവാചകന്മാരെ കളവാക്കിയാൽ, പരലോകത്തെ നിഷേധിച്ചാൽ, അത്തരം അഹങ്കാരികൾക്ക് അള്ളാഹുവിൻ്റെയും നരകമാണ് കൊടുക്കുക. അല്ലേ? ഫിർഔൻ ഞാനാണ് ഏറ്റവും വലിയ റബ്ബ്, എന്നെക്കാൾ വലിയൊരു ദൈവമില്ല എന്ന് അഹങ്കരിച്ചവനായിരുന്നു. എന്താ സംഭവിച്ചത്? ഫിർഔൻ എവിടെയാണ്? നരകത്തിൽ ഏറ്റവും കൂടുതൽ ചൂടനുഭവിക്കുന്ന സഖർ എന്ന് പറയുന്ന ഭാഗത്തായിരിക്കും ഫിർഔൻ ഉണ്ടാവുക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ഖാറൂൻ സമ്പത്തിൻ്റെ പേരിൽ അഹങ്കരിച്ച മനുഷ്യനായിരുന്നു. അവൻ്റെ എല്ലാ സമ്പത്തും അവൻ്റെ കഴിവ് കൊണ്ട് നേടിയെടുത്തതാണെന്ന് അവൻ വിചാരിച്ചു. എന്നു മാത്രമല്ല, ഞാൻ ഈ ലോകത്ത് എല്ലാത്തിനും പ്രാപ്തനാണ് എന്ന ആ സ്വയം പര്യാപ്തത
അവൻ എന്ത് ചെയ്തു? അവൻ വിചാരിച്ചു. പക്ഷേ എന്ത് ചെയ്തു? അള്ളാഹിന്റെ ശിക്ഷ കൊടുത്തു. ഈ ദുനിയാവിൽ വെച്ച് തന്നെ നശിപ്പിച്ചു കളഞ്ഞു. ഇങ്ങനെ ഒരുപാട് മുമ്പ് കഴിഞ്ഞു പോയ ആളുകളുടെ ചരിത്രങ്ങൾ നമുക്ക് ഖുർആൻ പഠിപ്പിച്ചു തരുന്നുണ്ട്. അതൊരു കഥയായി, സംഭവ ചരിത്രമായി കേട്ടുപോകാനുള്ളതല്ല, മറിച്ച് അതിൽ നിന്ന് വിശ്വാസികളായ ആളുകൾ പാഠം ഉൾക്കൊള്ളണം എന്ന സന്ദേശമാണ് വിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് ഈ ഒരു ആയത്തിൽ നിന്ന് പ്രധാനപ്പെട്ട ചില പാഠങ്ങൾ നമ്മൾ പഠിക്കാനുണ്ട്. അതെന്തൊക്കെയാ? ഒന്ന്, എല്ലാ പ്രവാചകന്മാരും തൗഹീദിലേക്കാണ് ജനങ്ങളെ ക്ഷണിച്ചിട്ടുള്ളത്. ഒരുപാട് ആയത്തുകൾ വെച്ചുകൊണ്ട് ഞങ്ങൾ മുന്നിൽ അത് വിശദീകരിച്ചു. രണ്ടാമത്തെ കാര്യം, സത്യം സ്വീകരിക്കുന്നതിൽ അഹങ്കാരം വലിയ തടസ്സമാണ്. അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അതിനും നമ്മൾ ഉദാഹരണങ്ങൾ പറഞ്ഞു. മൂന്നാമത്തെ കാര്യം, പരലോക വിശ്വാസം മനുഷ്യനെ ധാർമ്മിക ജീവിതത്തിലേക്ക് എന്ത് ചെയ്യും? നയിക്കും. പരലോകത്തിൽ വിശ്വാസമില്ലാത്തവൻ അധാർമികമായ പ്രവർത്തനങ്ങളിൽ മുങ്ങിക്കുളിച്ചുകൊണ്ടിരിക്കും എന്നാണ്. അതുകൊണ്ട് അതും നമ്മൾ ഇതിന്ന് പഠിക്കേണ്ടതാണ്. നാലാമത്തെ കാര്യം എന്താ? അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ പരീക്ഷണങ്ങളുമാകാം, ചിലപ്പോ എന്താകും? അനുഗ്രഹവുമാവും. അല്ലേ? മഴ അനുഗ്രഹമാണ്. മഴ ഒന്നങ്ങോട്ട് നിൽക്കാതെ പെയ്താൽ അതെന്താവും? പരീക്ഷണമായി മാറും, ശിക്ഷയായും മാറും. അത് ഇത് ഇന്ന് നമ്മൾ പഠിക്കേണ്ടതാണ്. മനസ്സിലായിട്ടോ? അതേപോലെ സമ്പത്തും അധികാരവും സത്യത്തിൻ്റെ മാനദണ്ഡമല്ല. കുറേ സമ്പത്തുണ്ടെങ്കിൽ, കുറേ അധികാരമൊക്കെ ഉണ്ടെങ്കിൽ ഓൻ പറയണതാണ് ശരി എന്നുള്ളതല്ല. അതല്ല സത്യത്തിൻ്റെ മാനദണ്ഡം. മറിച്ച് എന്താ? ഇസ്ലാമിൻ്റെ പ്രമാണമാണ്. അത് കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കണം. പിന്നെ പ്രവാചകന്മാർ മനുഷ്യരിൽ നിന്നുള്ള മാതൃകാ പുരുഷന്മാരാണ്. പ്രവാചകന്മാരെന്താണ്? മനുഷ്യർ തന്നെയാണ്, നമ്മളെപ്പോലെയുള്ള മനുഷ്യരാണ്. നമ്മൾ ഭക്ഷിക്കുന്നത് പോലെ ഭക്ഷിക്കുന്ന, നമ്മൾ ഉറങ്ങുന്നത് പോലെ ഉറങ്ങുന്ന ആളുകളാണ് ആര്? പ്രവാചകന്മാർ. പക്ഷേ അവർക്കെന്തുണ്ടാവില്ല? എന്തുണ്ടാവില്ല? നമ്മളെപ്പോലെ തിന്മകൾ അവരുടെ ജീവിതത്തിൽ ഉണ്ടാവില്ല. അതിൽ നിന്ന് സുരക്ഷിതരായിരിക്കും അവർ. അള്ളാഹുവിൻ്റെ വഹി ലഭിക്കുന്നവരാണ് അവർ. ആ ഒരു പ്രത്യേകത അവർക്കുണ്ട്. എന്നാൽ അവർ ഭക്ഷണം കഴിക്കുന്നില്ലേ? അവർക്ക് വിശക്കുന്നില്ലേ? അവർക്ക് പിന്നെ മറ്റുള്ള മനുഷ്യർ ചെയ്യുന്ന അതേപോലെ കാര്യങ്ങൾ ചെയ്യുന്നില്ലേ? എന്നാൽ അള്ളാഹു അവർക്ക് എന്ത് ചെയ്യുന്നു? വഹി കൊടുക്കുന്നു. മനുഷ്യരിൽ നിന്ന് ഏറ്റവും മാതൃകാ പുരുഷന്മാരായിട്ട് അവരെ തെരഞ്ഞെടുക്കുന്നു. അല്ലേ? ഈ ആയത്തിൻ്റെ തുടക്കത്തിൽ എന്താ പറഞ്ഞേ? അവരിൽ നിന്ന് തന്നെ ഞാൻ ഒരു ദൂതനെ അവരിലേക്ക് നിയോഗിച്ചു എന്നാ. അല്ലേ? ആദ് സമുദായത്തിലേക്ക് ഹൂദ് നബിയെ ആദ് സമുദായത്തിൽ നിന്ന് തന്നെയാണ് അള്ളാഹു എന്ത് ചെയ്തത്? തെരഞ്ഞെടുത്തത്. മുഹമ്മദ് നബിയെ കുറിച്ച് എന്താ പറഞ്ഞേ? വല്ലദീ ബഅസ ഫിൽ ഉമ്മീന റസൂലൻ മിൻഹും യത്ലൂ അലൈഹിം ആയാതിഹി വയുസക്കീഹിം വയുഅല്ലിമുഹുൽ കിതാബ വൽ ഹിക്മ വഇൻ കാനൂ മിൻ ഖബ്ലു ലഫീ ളലാലിൻ മുബീൻ. അല്ലേ? ഹുവല്ലദീ ബഅസ ഫിൽ ഉമ്മീന റസൂലൻ മിൻഹും, അക്ഷരജ്ഞാനമില്ലാത്തവരിൽ നിന്ന് ഒരു ദൂതനെ അവരിലേക്ക് നിയോഗിച്ചവനായ അല്ലാഹുന. എന്തിന്? യത്ലു അലൈഹിം ആയാതിഹി വയുസക്കീഹിം വയുഅല്ലിമുഹുൽ കിതാബ വൽ ഹിക്മ, വേദഗ്രന്ഥം ഓതി കേൾപ്പിച്ചു കൊടുക്കാൻ, അവരെ സംസ്കരിച്ചെടുക്കാൻ, അവരെ ഉത്ബുദ്ധരാക്കാൻ. കണ്ടോ? അത് പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ നിയോഗവുമായി ബന്ധപ്പെട്ട് അള്ളാഹു പറഞ്ഞു. ഇങ്ങനെ ഓരോ സമുദായത്തിൽ നിന്ന് തന്നെയുള്ള മനുഷ്യരിൽ നിന്ന് അള്ളാഹു തെരഞ്ഞെടുത്തവരാണ് ആര്? അമ്പിയാക്കന്മാർ എന്നാണ് നമ്മളെ ഈ 3 ആയത്തുകളിൽ നിന്ന് പഠിക്കാനുള്ള പാഠങ്ങളായി നമുക്ക് കാണാൻ കഴിയുന്നത്. അതുകൊണ്ട് കൃത്യമായിട്ട് എന്ത് ചെയ്യുക? നൂഹ് നബിയുടെ ജനതയെപ്പോലെ തന്നെ പിന്നീട് വന്ന ജനങ്ങളും തങ്ങളുടെ പ്രവാചകന്മാരെ നിഷേധിച്ചു എന്നും അവരുടെ അഹങ്കാരവും പരലോക നിഷേധവും അവരെ നാശത്തിലേക്ക് നയിച്ചു. അതുകൊണ്ട് വിശ്വാസി അള്ളാഹുവിൻ്റെ സന്ദേശം വിനയത്തോടെ സ്വീകരിക്കുകയും പരലോക ജീവിതത്തിനായി തയ്യാറെടുക്കുകയും ചെയ്യുക എന്നതാണ് നമ്മളുടെ ബാധ്യത. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. മനസ്സിലാണ്ടോ? അള്ളാഹിൻ്റെ പ്രവാചകന്മാരിൽ അള്ളാഹുവിൽ വിശ്വസിച്ച് വിനയത്തോടെ അത് സ്വീകരിച്ച് പരലോകമുണ്ട് എന്ന ചിന്തയോടുകൂടി നമ്മൾ കർമ്മങ്ങൾ പ്രവർത്തിക്കുമ്പോൾ നമുക്ക് രക്ഷപ്പെടാൻ കഴിയും എന്നതാണ് ഈ
ആയത്തുകളിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് അത് കൃത്യമായി പഠിക്കുക. പിന്നെ ഇതിൽ വന്നിട്ടുള്ള ഗ്രാമറിൻ്റെ ഭാഗം മാലി, മുലാരി, അംബ്ര നമ്മൾ ഇടയ്ക്കൊക്കെ പറഞ്ഞിട്ടുണ്ട്. അത് നിങ്ങൾക്ക് അതിൽ വായിച്ചു നോക്കിയാൽ കിട്ടും. ഇൻഷാ അല്ലാ അതിൻ്റെ ഫയല് നിങ്ങളുടെ ഗ്രൂപ്പിൽ നിങ്ങൾക്ക് തരും. അത് നിങ്ങൾ നോട്ട്ബുക്കിലേക്ക് എന്ത് ചെയ്യണം, എഴുതിയെടുക്കണം. മാലി എന്ന് പറഞ്ഞിട്ട് മുലാരി എന്ന് പറഞ്ഞ് അംബ്ര എന്ന് പറയുന്ന ഈ 3 ഭാഗവും, അതായത് ഭൂതകാലം, വർത്തമാനകാലം, കൽപ്പനാക്രിയ, ഇത് 3 എന്ത് ചെയ്യണം, നിങ്ങൾ നോട്ട്ബുക്കിലേക്ക് എഴുതിയെടുക്കണം. എഴുതിയെടുത്താൽ മാത്രം പോരാ, പിന്നെ അത് പഠിക്കുകയും വേണം. അപ്പോഴേ അതുകൊണ്ടൊരു ഉപകാരം ഉണ്ടാകുള്ളൂ. മനസ്സിലാണ്ട്? ഇത്രയും സൗകര്യങ്ങൾ നമുക്ക് ചെയ്തു തന്നിട്ടും ആ സൗകര്യങ്ങൾ ഉപയോഗപ്പെടുത്താത്തവരാണ് നമ്മളെങ്കിൽ തീർച്ചയായിട്ടും പടച്ചോൻ്റെ മുന്നിൽ സമാധാനം പറയേണ്ടി വരും. കാരണം അള്ളാൻ്റെ ഖുർആൻ പഠിക്കാൻ ഇത്ര ഒരു അനുഗ്രഹം അള്ളാഹു നമുക്ക് നൽകിയിട്ട് ആ അനുഗ്രഹത്തെ നമ്മൾ വേണ്ട പോലെ ഉപയോഗപ്പെടുത്തുന്നില്ലെങ്കിൽ, അതിന് നന്ദി കാണിക്കുന്നവരാകുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും അള്ളാൻ്റെ കോടതിയിൽ നമ്മൾ ഓരോരുത്തരും മറുപടി പറയേണ്ടി വരും. അതുകൊണ്ട് പടച്ച റബ്ബിൻ്റെ മുന്നിൽ, പടച്ചോനെ എനിക്കിത് പഠിക്കാനും മനസ്സിലാക്കാനുള്ള സൗകര്യങ്ങൾ ഒരുക്കി തന്നു, ഞങ്ങളത് ഒരുക്കി കൊടുത്തു, ആ രൂപത്തിൽ ഞങ്ങൾ മനസ്സിലാക്കി കൊടുത്തു. അതുകൊണ്ട് ഇതൊക്കെ സമാധാനിക്കാനുള്ള വക ഇത് സംഘടിപ്പിക്കുന്നവർക്കുണ്ട്. ഇത്രയും സൗകര്യങ്ങൾ നമുക്ക് ഒരുക്കി തന്ന ആളുകൾക്ക് സമാധാനിക്കാനുള്ള വകയുണ്ട്. പക്ഷെ അതിൻ്റെ കൂട്ടത്തിൽ പടച്ചോനെ ഞാൻ ആ ക്ലാസ്സിൽ പോയി ഇരുന്നിരുന്നു, അതിങ്ങനെ കേട്ടിരുന്നു, അയാളെ ഓത്ത് കേൾക്കാനും ആ ക്ലാസ് കേൾക്കാനൊക്കെ രസമായിരുന്നു, പക്ഷെ ഞാനത് ശ്രദ്ധിച്ചില്ല എന്ന് പറയുന്ന ഒരവസ്ഥ നമ്മളുടെ കൂട്ടത്തിൽ നിന്ന് ഒരാൾക്കും എന്ത് ചെയ്യാൻ പാടില്ല, ഉണ്ടാവാൻ പാടില്ല. അങ്ങനെയുള്ളവരാകുമ്പോൾ നമ്മൾ ഖുർആൻ പഠിതാക്കളാകൂല. ഖുർആൻ പഠിതാക്കളാവണമെങ്കിൽ നമ്മൾ കേൾക്കുകയും പഠിക്കുകയും അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുകയും അത് മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുകയും ചെയ്താൽ മാത്രമാണ് പരിപൂർണമായ ഖുർആനിൻ്റെ അഹിലുകാരായി നാളെ പരലോകത്ത് അള്ളാഹു പ്രത്യേകമായ അള്ളാഹുവിൻ്റെ ഗസ്റ്റുകളെ സ്വീകരിക്കുമ്പോൾ ആ ആളുകളുടെ കൂട്ടത്തിൽ ഞാനും നിങ്ങളും ഉൾപ്പെടണമെങ്കിൽ അഹിലുകാരായി മാറണം. ആരുടെ? ഖുർആനിൻ്റെ അഹിലുകാർ, അള്ളാഹിൻ്റെ പ്രത്യേക സ്പെഷ്യൽ ഗസ്റ്റുകളാണ് അവരെന്ന് പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ആ കൂട്ടത്തിൽ ഉൾപ്പെടാൻ പരിശ്രമിക്കുക. അള്ളാഹു അത്തരക്കാരിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ഏതായിരുന്നാലും എന്ത് ചെയ്യുക, കൃത്യമായിട്ട് പഠിക്കുക, ജീവിതത്തിൽ പകർത്തുക. അള്ളാഹു അത്തരം ആളുകളുടെ കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെടുത്തുക. എല്ലാവിധ പ്രയാസങ്ങളിൽ നിന്നും അള്ളാഹു നമ്മളെ കാത്ത് രക്ഷിക്കുമാറാവട്ടെ. ഒരുപാട് ആളുകൾ രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട്, പ്രയാസപ്പെടുന്നവരുണ്ട്. നമുക്കൊന്നും പേര് കേൾക്കാത്ത പല രൂപത്തിലുള്ള രോഗവും അള്ളാഹു നൽകി പരീക്ഷിക്കുന്നവരുണ്ട്. പടച്ച റബ്ബ് അവരുടെയൊക്കെ രോഗം ശിഫയാക്കി കൊടുക്കുമാറാവട്ടെ. മാരക രോഗങ്ങളിൽ നിന്ന് അള്ളാഹു നമ്മെ നമ്മുടെ കുടുംബത്തെയും കാത്ത് രക്ഷിക്കുമാറാവട്ടെ. എല്ലാവിധ ദുരന്തങ്ങളിൽ നിന്നും ഫിത്തനകളിൽ നിന്നും പരീക്ഷണങ്ങളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും അള്ളാഹു നമ്മെ കാത്ത് രക്ഷിക്കുമാറാവട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.